ഇന്ന് വൃക്കരോഗം എന്ന് പറയുന്നത് ഒരു വാർത്തയല്ല. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ സമൂഹത്തിൽ വൃക്കരോഗികളുടെ എണ്ണം ക്രമേണ കൂടിവരുന്നുമുണ്ട്. ഇന്ത്യയിലുള്ള കണക്കുകൾ പറയുന്നത് നഗരങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 17% പേരും വൃക്കരോഗികളും അല്ലെങ്കിൽ പല വിധത്തിലുള്ള വൃക്കരോഗ പ്രശ്നങ്ങൾ ഉള്ളവരാണ്. ഗ്രാമങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 4% പേർ വൃക്കരോഗ ടെൻഡൻസിയുള്ളവരും വൃക്കരോഗികളുമാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. നമ്മുടെ സമൂഹത്തിലെ 20 പേരിൽ ഒരാൾ വീതം വൃക്കരോഗികളാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളം വൃക്കരോഗം നമ്മുടെ സമൂഹത്തിൽ കൂടി വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ആയിട്ട് സാധിക്കും. മനസ്സിലാക്കേണ്ട കാര്യം പലപ്പോഴും നമുക്ക് വൃക്കരോഗം അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോൾ മാത്രമാണ് ഒരാൾക്ക് വൃക്കരോഗമുണ്ട് എന്ന് കണ്ടെത്തപ്പെടുന്നത്. ആ ഒരു സമയത്ത് ഈ ഒരു രോഗിയുടെ വൃക്കകളെ നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോയി കഴിയും. ഇതൊരു പക്ഷേ രോഗിയുടെ ജീവൻ തന്നെ ആപത്തായി എന്ന് വരാം. ഇല്ലെങ്കിൽ അവർക്ക് വൃക്കകൾ മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥയിൽ ചെന്നെത്തിയെന്ന് വരാം. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് വൃക്കരോഗമുണ്ടെന്ന് തുടക്കത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ മരുന്നിലൂടെയും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെയും അത് നമുക്ക് നോർമൽ ആക്കി മുന്നോട്ടു പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഒരാൾക്ക് വൃക്കരോഗമുണ്ട് എന്ന് തുടക്കത്തിൽ തിരിച്ചറിയാൻ പറ്റുന്ന ചില ലക്ഷണങ്ങൾ വിശദീകരിക്കാം. ഏറ്റവും കൂടുതൽ വൃക്കരോഗം പിടിപെടാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്ന് പാരമ്പര്യമാണ്. പോളിസിസ്റ്റിക് വൃക്കകൾ പോലെ കുടുംബത്തിൽ കാണുന്ന ചില ഇനം രോഗങ്ങൾ വൃക്കകളുടെ പ്രവർത്തനം താളം തെറ്റിച്ചെന്ന് വരാം. രണ്ടാമത്തത് ഉയർന്ന രക്തസമ്മർദ്ദമാണ്. സമൂഹത്തിൽ ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ രക്തസമ്മർദ്ദം കൺട്രോളാകാതിരിക്കുന്നുണ്ടെങ്കിൽ ഇത് ക്രമേണ വൃക്കകൾക്ക് താളപ്പിഴ വരുന്നതിന് കാരണമാകും. മൂന്നാമത്തത് പ്രമേഹരോഗമാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും അധികം പേർ വൃക്കരോഗികളാക്കുന്നതിന്റെ കാരണം പ്രമേഹരോഗം നിയന്ത്രണത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ്. നാലാമത് വൃക്കകളെ ബാധിക്കുന്ന ചിലയിനം പ്രോബ്ലം. ഉദാഹരണത്തിന് നിങ്ങൾക്ക് പാമ്പുകടിയേറ്റ് നിങ്ങളെ അണലിക്കടിക്കുന്നെങ്കിൽ അത് ആദ്യം ബാധിക്കുന്നത് വൃക്കകളുടെ പ്രവർത്തനത്തെയാണ്. നിങ്ങൾക്ക് തീപ്പൊള്ളയേറ്റാലും വൃക്കകളുടെ പ്രവർത്തനത്തെയാണ് അത് സാരമായി ബാധിക്കുന്നത്. ചിലയിനം ഇൻഫെക്ഷൻസ് കൊണ്ടും നമുക്ക് ഈ പ്രശ്നങ്ങൾ വരാം. ഒന്ന് നമുക്ക് SLE എന്ന് പറയുന്ന രോഗം നമ്മുടെ ശരീരത്തിൽ വരുന്ന ഒരു ഓട്ടോഇമ്മ്യൂൺ രോഗമാണ്. സിസ്റ്റമിക് ലൂപ്പസ് എരിത്തമറ്റോസിസ് പോലുള്ള രോഗ ടെൻഡൻസിയുണ്ടെങ്കിൽ ഇത് വൃക്കകളെ നേരിട്ട് ബാധിച്ചെന്ന് വരാം. മൂത്രത്തിൽ പഴുപ്പ് വരുന്നവർക്ക് ഇതേ പ്രശ്നം വരാം. വൃക്കയിൽ വരുന്ന കല്ലുകൾ ശരിയായി ചികിത്സിച്ച് മാറ്റിയില്ലെങ്കിൽ വൃക്കയുടെ പ്രവർത്തനം താളം തെറ്റാം. ഇങ്ങനെ പലവിധ കാരണങ്ങളും രോഗങ്ങൾ കൊണ്ടും ഒരുപക്ഷേ വൃക്കയുടെ പ്രവർത്തനം മോശമായെന്ന് വരാം. ഇനി വൃക്കരോഗത്തിന് തുടക്കത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? സാധാരണഗതിയിൽ ഒരാൾക്ക് വൃക്കരോഗത്തിന്റെ ടെൻഡൻസി വരുമ്പോൾ വളരെ തുടക്കത്തിൽ വലിയ ലക്ഷണങ്ങൾ കാണിക്കാതെയാണ് ഇത് ഗ്രാജുവലി മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും നമുക്ക് ഒരാളുടെ രക്തപരിശോധനയിലും അതേപോലെ തന്നെ BP പരിശോധനയിലും അവർക്ക് വൃക്കരോഗ ടെൻഡൻസി ഉണ്ടെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കും. ഒന്നാമത്തേത്, ഒരാളുടെ രക്തസമ്മർദ്ദം വല്ലാണ്ട് ഉയർന്നു നിൽക്കുന്നുവെന്ന് ഇരിക്കട്ടെ. ഒരു 200/110 അല്ലെങ്കിൽ 200/120 ലെവലിലേക്ക് നിൽക്കുന്നു. ഉപ്പ് നിയന്ത്രിച്ചിട്ടോ ശരിയായി വ്യായാമം ചെയ്തിട്ടോ നിങ്ങൾക്ക് BP കൺട്രോൾ ആകുന്നില്ല. അതുപോലെ നിങ്ങൾക്ക് അമിതവണ്ണവും ഇല്ല. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇത് വൃക്കരോഗത്തിന്റെ ടെൻഡൻസി ആണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും ഒരാൾക്ക് ഉയർന്ന പ്രമേഹം ഉണ്ട്. ഡയബറ്റിസ് കൺട്രോൾ അല്ലെന്നിരിക്കട്ടെ. അവർക്ക് ഒരു പക്ഷേ ഉയർന്ന BP ഇല്ലാണ്ട് തന്നെ അവർക്ക് ക്രിയാറ്റിൻ വേരിയേഷൻ അല്ലെങ്കിൽ കിഡ്നി വേരിയേഷൻസ് കണ്ടു എന്ന് വരാം. എന്നാൽ ഒരാൾക്ക് പ്രമേഹം നോർമലാണ് പക്ഷേ ഉയർന്ന രക്തസമ്മർദ്ദമാണ് കാണുന്നതെങ്കിൽ ആണ് ഈ പറഞ്ഞ രീതിയിലുള്ള സംശയങ്ങൾ വേണ്ടത്. രണ്ടാമത്തേത്, നമുക്ക് രക്തപരിശോധനയിൽ ആണ് അറിയാൻ പറ്റുക. പലപ്പോഴും നമ്മൾ കിഡ്നിയുടെ ഫംഗ്ഷൻ പരിശോധിക്കുന്ന സമയത്ത് ക്രിയാറ്റിൻ എന്ന് പറയുന്ന വാല്യൂ നമുക്കൊരു 1.3ന്റെ മുകളിലേക്കാണ് കാണുന്നതെങ്കിൽ ഒരു പക്ഷേ ഇത് വൃക്കരോഗത്തിന്റെ ടെൻഡൻസി ആണോ എന്ന് സംശയിക്കണം. തുടർച്ചയായിട്ട് വീണ്ടും നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം. ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്നത് 1.3ന്റെ മുകളിലേക്ക് ചില ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ വരാം.
ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കുടിയിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് സംഭവിക്കാം. ചില മരുന്നുകളുടെ സൈഡ് എഫക്ട് മൂലവും സംഭവിക്കാം. ഡോക്ടർമാർ ഇതെല്ലാം നോക്കിയിട്ട് ഇതെല്ലാം നിയന്ത്രിച്ച് ചെയ്യുമ്പോൾ പലപ്പോഴും ഈ ക്രിയാറ്റിൻ നോർമലിലേക്ക് വരും. നമുക്ക് വെക്കയിൽ കല്ലിന്റെ ടെൻഡൻസി അഥവാ മൂത്രനാളിയിൽ കല്ലുണ്ടെങ്കിലും മൂത്രത്തിൽ രക്തത്തിന്റെ സാന്നിധ്യം കാണാറുണ്ട്. ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം തന്നെ നമുക്ക് യൂറിൻ പരിശോധിച്ച് ഒരു ഡോക്ടറുടെ അഭിപ്രായം എടുത്തുകഴിഞ്ഞാൽ കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കും. ഇത് വൃക്ക രോഗമാണോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് മനസ്സിലാക്കാം. ഈ പറഞ്ഞ ലക്ഷണങ്ങളാണ് തുടക്കത്തിൽ കാണുക. എന്നാൽ ഈ പറഞ്ഞ നിയന്ത്രണങ്ങൾ വരുത്തിയിട്ട് ക്രിയാറ്റിൻ നോർമലിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് വൃക്കരോഗ ടെൻഡൻസിയാണോ എന്ന് ഉറപ്പായിട്ടും സംശയിക്കേണ്ടതാണ്. മൂന്നാമത്തേത്, രക്തത്തിൽ യൂറിയയുടെ അളവ്, അതായത് ശരീരത്തിൽ നിന്നും അരിച്ചു പുറത്തേക്ക് കളയുന്ന വിഷപദാർത്ഥമായ യൂറിയ രക്തത്തിൽ ഒരു പരിധിക്ക് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇത് വൃക്കരോഗത്തിന്റെ ടെൻഡൻസി ആണോ എന്ന് സംശയിക്കേണ്ടതാണ്. സാധാരണ വളരെ തുടക്കത്തിലെ വൃക്കരോഗത്തിന്റെ ടെൻഡൻസി തിരിച്ചറിയുന്നത് ഈ പറഞ്ഞ 3 മാർഗങ്ങളിലൂടെയാണ്. ഇതിനുശേഷമാണ് പലപ്പോഴും മൂത്രത്തിനകത്ത് അമിതമായിട്ട് പതയുടെ ടെൻഡൻസി കാണുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഇത് വൃക്കരോഗമാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ രക്തത്തിൽ കാണേണ്ട പ്രോട്ടീനെ നമ്മുടെ വെക്കകൾ അമിതമായി അരിച്ച് മൂത്രത്തിലൂടെ വിടുന്ന സമയത്ത് മൂത്രത്തിൽ പത അമിതമായി കണ്ടെന്നു വരാം. നിങ്ങൾ വെള്ളം കുടിക്കുന്നത് കുറഞ്ഞിരുന്നാലോ ഇല്ലെങ്കിൽ മൂത്രം വെള്ളത്തിലേക്ക് വളരെ ഫോഴ്സ്ഫുള്ളി ഒഴിച്ചിരുന്നാലോ മൂത്രത്തിൽ പത കാണാം. അതല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ക്ലോസറ്റിലേക്ക് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ക്ലോസറ്റിനകത്തുള്ള വെള്ളത്തിൽ അമിതമായി പത കാണുന്നു. സാധാരണഗതിയിൽ ഇത്തരത്തിൽ പത വന്നിരുന്നാൽ ഒരു 15-20 സെക്കൻഡിനകത്ത് ഇവ പൊട്ടിയങ്ങു പോകും. വെള്ളം തിരിച്ച് നോർമലിലേക്ക് വരും. എന്നാൽ നിങ്ങൾ മൂത്രമൊഴിച്ചു കഴിഞ്ഞ് 1-2 മിനിറ്റ് കഴിഞ്ഞിട്ടും ആ പത അവിടെ തന്നെ കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് ആൽബുമിൻ മൂത്രത്തിലൂടെ അമിതമായി പോകുന്നതാണോ എന്ന് സംശയിക്കേണ്ടതും മൂത്രം പരിശോധിക്കേണ്ടതുമാണ്. ഇത്തരം കേസുകളിൽ മൂത്രത്തിലൂടെ എത്ര മൈക്രോ ആൽബുമിനിന്റെ അളവ് പുറത്തേക്ക് പോകുന്നുണ്ടോയെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് വൃക്കയുടെ എന്തെങ്കിലും താളപ്പിഴയാണോയെന്ന് പരിശോധിക്കാൻ സാധിക്കും. സാധാരണ ആരോഗ്യമുള്ള ഒരാളിന് ഒരു 20 യൂണിറ്റിന് താഴെയായിരിക്കും മൂത്രത്തിൽ കാണുന്ന മൈക്രോ ആൽബുമിനിന്റെ അളവ്. പ്രമേഹ രോഗികൾക്ക് മൈക്രോ ആൽബുമിൻ അളവ് 100 വരെ കാണാറുണ്ട്. എന്നാൽ അതിനു മുകളിലേക്ക് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും രക്തപരിശോധന നടത്തി ഡോക്ടറെ കണ്ട് വൃക്കരോഗ ടെൻഡൻസി ഉണ്ടോ എന്ന് പരിശോധിക്കണം. തുടർന്ന് കാണുന്ന വൃക്കരോഗത്തിന്റെ ലക്ഷണമാണ് മൂത്രത്തിനകത്ത് ഒരു കലക്കൽ കാണുക. പലപ്പോഴും മൂത്രത്തിനകത്ത് രക്തത്തിന്റെ സാന്നിധ്യം കാണപ്പെടുമ്പോഴാണ് ഇത്തരത്തിൽ കാണുന്നത്. ചില സമയത്ത് മൂത്രം മെറൂൺ കളറിൽ കണ്ടെന്നു വരാം. വെള്ളം കുടിക്കാത്തവരുടെയും അമിതമായ യൂറിനറി ഇൻഫെക്ഷൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നവരുടെയും എല്ലാം തന്നെ മൂത്രത്തിന് മെറൂൺ കളർ കാണാം. എന്നിരുന്നാലും അത് വൃക്കരോഗത്തിന്റെ ടെൻഡൻസി ഉള്ളവരിൽ കാണാറുണ്ട്. വൃക്കരോഗം ഒരൽപ്പം കൂടി കഴിഞ്ഞാൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ: പാദത്തിൽ നീര് വരുക. നിങ്ങൾ പകൽ കുറച്ചുനേരം കാൽ തൂക്കിയിട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് കാലിന്റെ പാദത്തിന്റെ ആംഗിളുകളിൽ നീര് വരുന്നു. ഇത് വിട്ടുമാറുന്നില്ല. 2 കാലുകളിലും ഒരുപോലെ നീർ കാണുന്നു. യൂറിക് ആസിഡ് ടെൻഡൻസി ഉണ്ടെങ്കിലോ രക്തത്തിൽ പ്രോട്ടീൻ അളവ് കുറവാണെങ്കിലോ നിങ്ങൾക്ക് അനീമിയ അതായത് വിളർച്ചയുണ്ടെങ്കിലോ ഇത്തരത്തിൽ പാദത്തിൽ നീർ കാണാം. എന്നാൽ ഈ ടെസ്റ്റുകൾ എല്ലാം നോർമൽ ആണ് എന്നിട്ടും നീര് വിട്ടുപോകുന്നില്ല എങ്കിൽ ഇത് വൃക്കരോഗ ടെൻഡൻസി ആണോ എന്ന് സംശയിക്കേണ്ടതാണ്. മാത്രമല്ല നിങ്ങളുടെ മുഖത്ത് ഒരു നീർക്കോള കണ്ടെന്നു വരാം. പകൽ എപ്പോഴും നിങ്ങൾ സ്ട്രെയിൻ ചെയ്തിരുന്നാലും പെട്ടെന്ന് ക്ഷീണം വരുന്ന ഒരു ടെൻഡൻസി ഉണ്ടാകാം. ഇതിനു കാരണം രക്തത്തിൽ യൂറിയയുടെ അളവ് അല്പം കൂടിക്കഴിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് രക്തത്തിൽ ടോക്സിൻ അതായത് വിഷപദാർത്ഥം നിൽക്കുന്ന ലക്ഷണങ്ങൾ കാണിക്കും. അല്പം നടക്കുമ്പോൾ തന്നെ കിതപ്പ് വരുക, നിങ്ങൾക്ക് വിശപ്പില്ലായ്മ ഉണ്ടാവുക, ഓക്കാനം വരുക, അല്പം ഭക്ഷണം കഴിച്ചാൽ മതിയെന്ന് തോന്നുക, ശരീരത്തിന് അമിതമായ ഉഷ്ണം, ഒരു വിയർപ്പ്, വിമിഷ്ടം, ശ്വാസമുട്ടൽ, നെഞ്ചിരിച്ചിൽ പോലെയുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. രക്തത്തിൽ ടോക്സിൻസ് നിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് ശരീരത്തിൽ ഇടയ്ക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുക, സ്കിന്നിന് വല്ലാത്ത ഡ്രൈനസ് അനുഭവപ്പെടുക.
കൂടാതെ രാത്രിയിൽ കൂടുതൽ തവണ മൂത്രം പോകണമെന്നുള്ള തോന്നൽ വരുക. ഒഴിക്കുന്ന സമയത്ത് അധികം മൂത്രം പോകുന്നില്ല. രക്തത്തിൽ ഉയർന്ന അളവിൽ യൂറിയ വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോകണമെന്ന തോന്നലുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കമുണ്ടെങ്കിലും ഈ ലക്ഷണം കാണിച്ചെന്നു വരാം. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ തുടക്കത്തിലേ കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് വേണ്ട ട്രീറ്റ്മെന്റ് എടുത്തുകഴിഞ്ഞാൽ നോർമലാക്കാൻ പറ്റും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് തുടക്കത്തിൽ കിഡ്നിക്ക് വലിയ പ്രശ്നമില്ല, പക്ഷേ ഉയർന്ന രക്തസമ്മർദ്ദം കാണുന്നു എന്നിരിക്കട്ടെ. മരുന്നുകളിലൂടെ അതിനെ കൺട്രോൾ ചെയ്ത് കിഡ്നിക്ക് കംപ്ലൈന്റ് വരുന്ന അവസ്ഥ നോർമലാക്കാൻ പറ്റും. രക്തത്തിലൂടെ ഉയർന്ന പ്രോട്ടീൻ പോകുന്നത് തുടക്കത്തിലേ തിരിച്ചറിഞ്ഞാൽ ചികിത്സയിലൂടെ കിഡ്നിയെ നോർമലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ചികിത്സയിൽ മരുന്നിന്റെ നിയന്ത്രണവും അതോടൊപ്പം ഭക്ഷണ നിയന്ത്രണവും വ്യായാമവും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഈ വൃക്കരോഗത്തെ പിടിച്ചു നിർത്തി ആളുകളെ നോർമലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അമിതവണ്ണവും മറ്റു രോഗാവസ്ഥകൾ കൊണ്ട് വ്യക്തികൾക്ക് രോഗാവസ്ഥ കൂടി വരുന്ന സാഹചര്യത്തിൽ ഈ പറഞ്ഞ അറിവ് വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് പരമാവധി സുഹൃത്തുക്കളുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക. ഒരു ജീവൻ വളരെ വിലപ്പെട്ടതാണ്. നമ്മൾ കാരണം ഒരു ജീവനെങ്കിലും തിരിച്ചുപിടിക്കാൻ സാധിക്കട്ടെ. ശുഭദിനം.